നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൃഷ്ടാക്കളും ദൃഷ്ടാക്കളുമായി കാലത്തിനു മുമ്പേ നടന്ന ഋഷിമാരുടെ ഭാരതം, ജ്ഞാതാക്കളും ശ്രോതാക്കളും നിരന്ന് വിജ്ഞാനത്തിന്റെ മണ്ഡലം വിസ്തൃതമാക്കിയ ഭാരതം, അനാദിയായ സത്യം തേടി അനവരതം സഞ്ചരിച്ച ജ്ഞാനികളുടെ ഭാരതം, ആ ശ്രേഷ്ഠ ഭാരതത്തിന്റെ ദർശന പന്ഥാവിലൂടെ, സാംസ്കാരിക ധാരകളിലൂടെ ഒരു സഞ്ചാരം. പകിടകൾ നെയ്തൊരു ചോതിൻ്റെ വലയിൽ വാതുവച്ചു തൻ ഭാര്യയെ ധർമ്മൻ. പകിടകൾ നെയ്തൊരു ചോതിൻ്റെ വലയിൽ വാതുവച്ചു തൻ ഭാര്യയെ ധർമ്മൻ. പകിടകൾ നെയ്തൊരു വാതുവച്ചു തൻ ഭാര്യയെ ധർമ്മൻ. പെട്ടു നൃപൻ ശകുനിതൻ കെണിയിൽ തട്ടിയെടുത്തു സർവം ദുഷ്ടൻ. പെട്ടു നൃപൻ ശകുനിതൻ കെണിയിൽ തട്ടിയെടുത്തു സർവം ദുഷ്ടൻ. പെട്ടു നൃപൻ ശകുനിതൻ കെണിയിൽ തട്ടിയെടുത്തു സർവം ദുഷ്ടൻ. അവളുടെ കേശം വലിച്ചഴിച്ചു, വസ്ത്രം വലിച്ചൂരിയവളെ അപമാനിച്ചു. അവളുടെ കേശം വലിച്ചഴിച്ചു, വസ്ത്രം വലിച്ചൂരിയവളെ അപമാനിച്ചു. അവളുടെ കേശം വലിച്ചഴിച്ചു, വസ്ത്രം വലിച്ചൂരിയവളെ അപമാനിച്ചു. കാർമുകിൽ വർണ്ണനെ അവൾ വിളിച്ചു, കടൽ പോൽ വസ്ത്രം നൽകി അനുഗ്രഹിച്ചു. കാർമുകിൽ വർണ്ണനെ അവൾ വിളിച്ചു, കടൽ പോൽ വസ്ത്രം നൽകി അനുഗ്രഹിച്ചു. ദ്രൗപദി വസ്ത്രാക്ഷേപം എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ഈ ഒരു പ്രശ്നോത്തരി. ആദ്യത്തെ ചോദ്യം, ഭവൻ സ്വർണ വിദ്യാലയ, തൃക്കാക്കര. തയ്യാറാണോ? റെഡിയാണല്ലോ അല്ലേ? ചൂതുകളിക്കായി പാണ്ഡവന്മാരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ധൃതരാഷ്ട്രർ ആരെയാണ് നിയോഗിച്ചത്? ഉത്തരം എ കൃപാചാര്യർ, ബി ദ്രോണർ, സി വിതുരർ, ഡി അശ്വത്ഥാമാവ്. നിങ്ങളുടെ സമയം ദാ ആരംഭിക്കുന്നു. ഉറപ്പിച്ചു? പറഞ്ഞോളൂ. സി വിതുരർ. സി വിതുരർ ലോക്ക് ചെയ്യാം. സി ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം ശരിയാണ്. അപ്പോ ഫസ്റ്റ് പോയിന്റ് തന്നെ ഭവൻ സ്വർണ വിദ്യാലയ നേടിയിട്ടുണ്ട്. അതെ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം, ചിന്മയ വിദ്യാലയ നരുവാമോട്.
ദുര്യോധനന് വേണ്ടി ചൂതു കളിച്ചത് ആരാണ്? ഓപ്ഷൻ എ ദുശാസനൻ, ഓപ്ഷൻ ബി ശകുനി, ഓപ്ഷൻ സി കർണൻ, ഓപ്ഷൻ ഡി സഞ്ജയൻ. സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി ശകുനി. ബി ശകുനി ലോക്ക് ചെയ്യാം. ഓക്കെ. ബി ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. ശരി ഉത്തരാണ്. ഉത്തരം പറഞ്ഞ കോൺഫിഡൻസിൽ തന്നെ നമുക്ക് അറിയായിരുന്നു. അപ്പോൾ വീണ്ടും 10 മാർക്ക് നമുക്ക് ചിന്മയ നരുവാമോട്, ചിന്മയ വിദ്യാലയം നരുവാമോട് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭവൻസ് വരണ വിദ്യാലയം. ദുശാസനൻ പാഞ്ചാലിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് സദസ്സിലേക്ക് വലിച്ചിഴച്ചപ്പോൾ ധർമ്മത്തിൻ്റെ ഗതി സൂക്ഷ്മവും ഗഹനവുമാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഓപ്ഷൻ എ ഭീഷ്മർ, ബി ദ്രോണർ, സി പാഞ്ചാലി, ഡി വിതുരർ. സമയം ആരംഭിക്കുന്നു. ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. 22 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ചർച്ചയാണ്. ഓപ്ഷൻ ഡി വിതുരർ. ഓപ്ഷൻ ഡി വിതുരർ ലോക്ക് ചെയ്യാം. ഡി ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം തെറ്റാണ്. അപ്പോൾ നമുക്ക് ചോദ്യം ചിന്മയ വിദ്യാലയ നരുവാമോടിന് കൈമാറാം. ഉത്തരം അറിയുകയാണെങ്കിൽ പറഞ്ഞോളൂ, ടൈമർ ഇല്ല. സമയമില്ല, നിങ്ങൾക്ക് ടൈമറില്ല, ഇത്രയും സമയമില്ല. ഓപ്ഷൻ ബി ദ്രോണർ. ഓപ്ഷൻ ബി ദ്രോണർ ലോക്ക് ചെയ്യാം. ഓക്കെ. ബി ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം തെറ്റാണ്. അപ്പോൾ വീണ്ടും ശരി ഉത്തരം ഓപ്ഷൻ എ ഭീഷ്മർ. അപ്പോൾ വീണ്ടും ചോദ്യം ചിന്മയ വിദ്യാലയ നരുവാമൂടിനോടാണ്. കൗരവസഭയിൽ പാഞ്ചാലിയെ അനുകൂലിച്ച കൗരവൻ ആര്? ഓപ്ഷൻ എ ദുർമുഖൻ, ബി ദുർദമനൻ, സി വികർണൻ, ഡി ദുർഭകൻ. സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി വികർണൻ. 28 സെക്കൻഡ്സിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ലോക്ക് ചെയ്യാം. സി വികർണൻ ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം തെറ്റാണ്. ചോദ്യം അടുത്ത ടീമിന് കൈമാറാം. ഓപ്ഷൻ എ ദുർമുഖൻ. ഓപ്ഷൻ എ ദുർമുഖൻ ലോക്ക് ചെയ്യാം. എ ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ ഡി ദുർഭകൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്കുള്ള മൂന്നാമത്തെ ചോദ്യം. ചൂതുകളിയിൽ പരാജയപ്പെട്ടപ്പോൾ കൗരവ സഭയിൽ അപമാനിതയായ പാഞ്ചാലിക്ക് വരം നൽകിയതാരാണ്? എ ഭീഷ്മർ, ബി വിതുരർ, സി ധൃതരാഷ്ട്രർ, ഡി ശ്രീകൃഷ്ണൻ. സമയം ആരംഭിക്കുന്നു. സി ധൃതരാഷ്ട്രർ. ലോക്ക് ചെയ്യാം. കോൺഫിഡന്റ് ആണ്. സി ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം ശരിയാണ്. നിങ്ങൾക്കുള്ള അവസാനത്തെ ചോദ്യമാണ്. സഭയിൽ വികർണന്റെ വാദത്തെ ഖണ്ഡിച്ചതാര്? എ ദുര്യോധനൻ, ബി കർണൻ, സി ദുശാസനൻ, ഡി ശകുനി. സമയം ആരംഭിക്കുന്നു. സമയമുണ്ട്. 23 സെക്കൻഡ്സ് ബാക്കി. ഓപ്ഷൻ ബി കർണൻ. ഓപ്ഷൻ ബി കർണൻ ലോക്ക് ചെയ്യാം. ഓക്കെ. ബി ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം ശരിയാണ്. അപ്പോൾ ഈ റൗണ്ട് ഇവിടെ അതെ, അവസാനിക്കുകയാണ്. 6 ചോദ്യങ്ങളും ദാ പൂർണ്ണമായി. അന്നേരമൊരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു.
പത്മലോചനനായ പത്മനാഭനെ മോദാ. ഈ പ്രപഞ്ചത്തെ ആകെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന പരമാനന്ദമൂർത്തേ, അങ്ങയ്ക്ക് പ്രണാമം. പ്രണാമം പ്രണാമം. ബ്രഹ്മദേവനും സദാശിവനായ സംഹാരമൂർത്തിക്കും ഭൂമിദേവിക്കും പ്രണാമം. നമ്മെ സ്തുതിക്കാൻ ദർശിക്കാൻ ഭവാന്മാർ ഒരുമിച്ചെത്തിയതിൻ്റെ കാരണമറിയിച്ചാലും? എല്ലാത്തിനും കാരണനായ അങ്ങറിയാതെ ഈ മഹാവിശ്വത്തിൽ ഒരു ചലനം പോലും ഉണ്ടാകുന്നില്ലല്ലോ ഭഗവാനെ. എങ്കിലും പറയാം. പൗലസ്ത്യപുത്രനായ രാവണന്റെ ദുഷ്പ്രവർത്തികൾ കാരണം 3 ലോകങ്ങളും നാശത്തോടടുക്കുകയാണ്. ഇന്ദ്രനെ ബന്ധിച്ച് അവൻ സ്വർലോകം കൈയടക്കി. ലോകസിദ്ധി കൈവരിച്ച ഋഷിമാരെ പോലും കൊന്നു ഭക്ഷിക്കുന്നു. പ്രപഞ്ചത്തിൽ ധർമ്മമില്ലാതെയായി ഭഗവാനെ. മര്യാദ എന്നത് കേൾക്കാതെയായി. അതേ ബ്രഹ്മദേവ, വരലബ്ധിയിൽ അഹങ്കരിക്കുകയാണ് രാവണൻ. വരദാതാവായ അങ്ങു തന്നെ പറയൂ, എന്താണ് അവന്റെ മോക്ഷമാർഗം? ഈ ദുഷ്ടനിൽ നിന്നും പ്രപഞ്ചത്തിനുള്ള മുക്തിമാർഗം പറയൂ ബ്രഹ്മദേവ. ദേവദാനവ യക്ഷ കിന്നരാദികൾക്കൊന്നും അവനെ വധിക്കാനാവില്ല മഹാത്മൻ. മനുഷ്യനാൽ മാത്രമേ തനിക്ക് മരണമുണ്ടാകാവൂ എന്നവൻ വരം നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വരമുണ്ടെങ്കിലും കേവലനായ ഒരു മനുഷ്യന് രാവണ നിഗ്രഹം സാധ്യമല്ല പ്രഭു. അതെ, മനുഷ്യജന്മം കൈകൊള്ളുന്ന ഒരു അതിമാനുഷ്യന് മാത്രമേ രാവണ നിഗ്രഹം സാധ്യമാകൂ. അതുകൊണ്ട് അങ്ങു തന്നെ മനുഷ്യജന്മമെടുത്ത് ഭൂമിയിൽ അവതരിച്ച് രാവണ നിഗ്രഹം സാധ്യമാക്കണം എന്നാണ് അപേക്ഷ. തീർച്ചയായും ബ്രഹ്മദേവ. അധർമ്മം തലപൊക്കുമ്പോൾ അതിനെ അമർച്ച ചെയ്ത് ധർമ്മ സംസ്ഥാപനം നടത്തുക നമ്മുടെ കർത്തവ്യമാണ്. നാം അത് അനുഷ്ഠിച്ചിരിക്കും. ആ കർത്തവ്യ നിർവഹണത്തിൽ അങ്ങൊരിക്കലും ഉപേക്ഷ കാണിക്കില്ലെന്നറിയാം. എങ്കിലും അപേക്ഷിക്കുകയാണ്, എത്രയും വേഗം ഭൂമിയിൽ അവതരിച്ച് ദുഷ്ടനിഗ്രഹം നടത്തി ഭൂഭാരം ശമിപ്പിക്കാൻ കഴിവുണ്ടാകണം. അതേ ദേവി, നമ്മുടെ അവതാരം ഉടനുണ്ടാകും. നമ്മെ പുത്രനായി ലഭിക്കുന്നതിനു വേണ്ടി കശ്യപ പ്രജാപതി മുമ്പ് തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട്. മുനിയുടെ ഇംഗിതം നാം അംഗീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഇന്ന് ഭാരതഖണ്ഡത്തിലെ അയോധ്യ രാജ്യത്ത് ദശരഥ നാമത്തിൽ ജന്മമെടുത്തിട്ടുണ്ട്. കശ്യപ പത്നിയായ അതിഥി കൗസല്യാദേവിയായും ജനിച്ചിരിക്കുന്നു. രാവണ നിഗ്രഹം എന്ന അവതാര ലക്ഷ്യത്തോടെ നാം അവരുടെ പുത്രനായി ജന്മമെടുക്കും. ആ സമയത്തു തന്നെ ലക്ഷ്മി ദേവി സ്വയംഭൂവായി വന്ന് ജനക മഹാരാജാവിൻ്റെ വളർത്തുമകളായി മിഥിലയിൽ വളരും. ജനകാത്മജയായ ആ യോഗമായ ദേവിയിലൂടെ രാവണ നിഗ്രഹത്തിന് വഴി തെളിയും. ഉചിതമായ സമയത്ത് രാവണനെ നിഗ്രഹിച്ച് നാം ഭൂഭാരം ശമിപ്പിക്കും. ഭൂമിദേവിക്കും സകല ചരാചരങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ. ദേവി, ദുഃഖം വെടിഞ്ഞാലും ആദിയും അവസാനവും ഇല്ലാത്ത ആ നാരായണൻ രാവണ നിഗ്രഹം നടത്തി പ്രപഞ്ചത്തെ രക്ഷിക്കും. ആ ധർമാനുഷ്ഠാനത്തിൽ ഭഗവാൻ നാരായണനെ സഹായിക്കാൻ ദേവന്മാർ വാനരന്മാരായി ഭൂമിയിൽ ജനിക്കും. ആത്യന്തികമായി ഭൂഭാരമൊഴിയും. ശാന്ത മനസ്സോടെ മടങ്ങാം. ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം. മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ടീം എ. ശ്രേയസ്, ഞാൻ തന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തിക്കോളാം. മോള് പേര് പറയൂ. എൻ്റെ പേര് കൃഷ്ണ, ഞാൻ 8ലാണ് പഠിക്കുന്നത്. ടീം ബി എ നമുക്ക് പരിചയപ്പെടാം. നിമ അല്ലേ? ഓക്കെ, നിമ. അടുത്ത ആള്. എൻ്റെ പേര് അനാമിക. അപ്പൊ നമുക്ക് മത്സരം ആരംഭിക്കാം. ടീം എയുടെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം. അപ്പൊ നമുക്ക് കാവ്യത്തിലേക്ക് പോവാം. വായിച്ചോളൂ.
കിം ക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ, കിം ഗണന്മാരായുള്ളോർ കർത്തവും ഉണ്ടായി വരാ, കിം ഋണന്മാർക്കു നിത്യ സൗഖ്യവും ഉണ്ടായി വരാ, കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. നന്നായി ചൊല്ലിയിട്ടുണ്ട്. ഒരാൾ തന്നെയാണോ അതിന്റെ ആശയം വിശദീകരിക്കുന്നത്, അല്ല മറ്റൊരാളാണോ? ഓക്കെ, അപ്പം ശ്രേയസ് ആണ് പറയാൻ പോണത്. പറഞ്ഞോളൂ. ആരുഹ്യ കവിതാ ശാഖാം വന്ദേ വാത്മീകി കോകിലം. രാമഹൃദയത്തിൽ നിന്നും ശ്രീരാമകഥ പരമശിവൻ പാർവതീദേവിയോട് സംഗ്രഹിച്ചു പറഞ്ഞതിനു ശേഷം പാർവതീദേവി തനിക്കു മനസ്സിലായ ശ്രീരാമകഥ പരമശിവന് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ശകലത്തിലുള്ളത്. അപ്പോൾ പാർവതീദേവി പറയുകയാണ്, എന്തിനേയും ചെറുതായി കാണുന്നവന് ഒരിക്കലും വിദ്യ ലഭിക്കുകയില്ല. ചെറിയ ധനത്തെ ചെറുതായി കാണുന്നവന് ഒരിക്കലും സമ്പത്തുണ്ടാവുകയില്ല. കടത്തെ അവഗണിക്കുന്നവന് സൗഖ്യവും ദേവന്മാരെ വകവയ്ക്കാത്തവന് മോക്ഷവും ഒരിക്കലും ലഭിക്കുകയില്ല. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട തത്വം എന്താണെന്ന് വെച്ചാൽ, നാം എന്തിനും അതിൻ്റേതായൊരു വില കൽപ്പിച്ചാൽ നമുക്ക് ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടാം എന്ന് തന്നെയാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സർ, വളരെ ധന്യമായിട്ടുള്ള ആലാപനം. വേദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വേദത്തിൻ്റെ വാക്കുകളും വരികളും ആലാപന രീതിയും വേദത്തിൻ്റെ ശരീരവും അതിൻ്റെ അർത്ഥസന്ദേശങ്ങൾ വേദത്തിൻ്റെ ആത്മാവുമാണെന്ന് പറയും. ഇപ്പം ശരീരം അതിഗംഭീരമായിട്ട് രാമായണത്തിലെ 4 വരിയിലൂടെ വളരെ പെർഫെക്റ്റായിട്ട് പറഞ്ഞു. അതിൻ്റെ അർത്ഥസന്ദേശം അതേ രീതിയിൽ ഒരു ടെൻഷനും ഇല്ലാതെ സുസ്മേരവദനായി. അതാണ് അതിൻ്റെ രസം. താങ്ക് യു സോ മച്ച് സർ. ടീം ബിയുടെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. ഓക്കെ, നിങ്ങളുടെ കവിത ഇതാ സ്ക്രീനിൽ. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വൽസേവാരതന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായ രചിതമാം സംസാര പാരാവാരം തന്മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ. ത്വൽജ്ഞാനപരന്മാരാം മാനുഷ ജനങ്ങൾക്കുള്ള ജ്ഞാനം തീർക്കുവോരു സദ്ഗുരു ലഭിച്ചിടൂ. അടിപൊളി, വെരി നൈസ്, നന്നായിട്ടുണ്ട്. ആശയം വിശദീകരിക്കണത് താങ്കൾ തന്നെയാണോ? പറയും. താൻ കൊടുത്ത വൈഷ്ണവജാപം കുലച്ച ശ്രീരാമനെ തിരിച്ചറിയുന്ന പരശുരാമൻ അദ്ദേഹത്തിനോട് വിനയഭാവത്തോടെ പറയുന്ന വാക്യങ്ങളാണ് ഞാനിവിടെ ആലപിച്ചത്. പരശുരാമൻ ഇങ്ങനെ പറയുകയുണ്ടായി: നല്ലവരുമായി സമ്പർക്കം ചെയ്യുന്നവർക്ക് നല്ലത് മാത്രമേ ഭവിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഭഗവാനെ സേവിക്കുന്നതിൽ മുഴുകുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ മായാനിർമ്മിതമായ ഐഹിക ജീവിതം എന്ന കടലിൻ്റെ മറുകര പ്രാപിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഉള്ളിലുള്ള അജ്ഞാനം നീങ്ങുവാൻ വേണ്ടി നല്ലൊരു സദ്ഗുരുവിനെയും അവർക്ക് ലഭിക്കുന്നു. വെരി ഗുഡ്, വെരി നൈസ്. നമുക്ക് കാവാലം ശ്രീകുമാർ സാറിനോട് ചോദിക്കാം. സർ, ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ എങ്ങനെ ചൊല്ലി എന്നുള്ളതിന് പറയുന്നതിനേക്കാളും ഞാനത് ചൊല്ലി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സംഭവിച്ചത്. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വൽസേവാരതന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാര പാരാവാരം തന്മറുകരയേറിടുന്നിതു കാലം കൊണ്ടേ. ത്വൽജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾക്കുള്ള അജ്ഞാനം തീർക്കുവോരു സദ്ഗുരു ലഭിച്ചിടും. എവിടെയാണ് പ്രശ്നം ഉണ്ടായത്? അജ്ഞാനം. അജ്ഞാനം. പിന്നെ ത്വൻ മായാരചിതമാം,
ത്വന്മായ രചിതമാം എന്ന് പാടിയാൽ അർത്ഥം ചേർത്ത് പാടേണ്ട ഒരു കാര്യമാണ്. ത്വന്മായ രചിതമാം സംസാര പാരാപാരം. കാരണം ഈ അജ്ഞാനം എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ അത് പിരിച്ച് പറയാനായിട്ടുള്ളൊരു ശീലം കൂടെ ഉണ്ടായാൽ വളരെ നന്ന്. നല്ല ഒരു ട്രൈ ആയിരുന്നു. വളരെ നന്ദി സാർ. ശ്രേഷ്ഠ ഭാരതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം. 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനു സമീപം തുഞ്ചംപറമ്പിൽ ജനിച്ചു. ദേശാടനം നടത്തി വിദ്യ അഭ്യസിച്ചു. 4 വേദങ്ങളും 6 ശാസ്ത്രവും സംസ്കൃതവും ജ്യോതിഷവും സ്വായത്തമാക്കി. 30 അക്ഷരങ്ങളുള്ള വട്ടെഴുത്തിൽ നിന്നും 51 അക്ഷരങ്ങളുള്ള മലയാള അക്ഷരമാലയ്ക്ക് രൂപം കൊടുത്തു. എഴുത്തുകളരികൾ സ്ഥാപിച്ചു. ആശാൻ, പണിക്കർ എന്നീ സ്ഥാനപ്പേരുകളിൽ അറിയപ്പെട്ടു. ഓം ഹരിശ്രീ ഗണപതയേ നമ എന്ന് കുട്ടികളുടെ കൈവിരലുകൾ കൊണ്ട് മണലിൽ എഴുതിപ്പിച്ച് വിദ്യാരംഭം തുടങ്ങുന്ന രീതി പ്രാവർത്തികമായത് എന്നിലൂടെയാണ്. 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണത്തെ അതുകരിച്ച് 4,000 ശ്ലോകങ്ങളാക്കി സാധാരണക്കാർക്ക് ആസ്വാദകരമേകി. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്, അധ്യാത്മരാമൻ കിളിപ്പാട്ട്, ചിന്താരത്നം, ബ്രഹ്മാണ്ഡ പുരാണം, ശിവപുരാണം മുതലായവ എൻ്റെ രചനകളാണ്. അന്ന് വരെ നിലവിലുണ്ടായിരുന്ന ശൃംഗാരം, ഫലിതം, ഭക്തിരചനാ സമ്പ്രദായത്തിൽ നിന്നും വ്യത്യാസമായി സാമൂഹ്യ നന്മയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള കാവ്യരചനകൾ ദ്രാവിഡ നാടൻ നാടോടി ഈണത്താൽ വിരചിതമാക്കി സാധാരണക്കാർക്ക് ഭക്തിരസംഭാവം എൻ്റെ കൃതികളിലൂടെ മനസ്സിലാക്കി കൊടുത്തു. എഴുത്തച്ഛൻ എന്നാൽ കുലപ്പേരാണ്. തുഞ്ചൻ എന്നാൽ ഇളയവനെന്നും അങ്ങനെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് നാം അറിയപ്പെട്ടു. രാമായണം, ഇരുട്ടുമായണം, പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ അയനമായും ഉദ്ഘോഷിച്ചു പാടി ശ്രീരാമഭരണം പ്രകീർത്തിച്ചു പാടി നാം ധന്യരാകുന്നു. പാണ്ഡിത്യത്തിലും വംശപ്പൊലിമയിലും താഴേക്കിടയുള്ള എനിക്ക് ശ്രീരാമചരിതാലാപനത്തിൽ അറം പറ്റാതിരിക്കാൻ കിളികളെ കൊണ്ട് പാടിച്ചു. അങ്ങനെ മലയാള ഭാഷയ്ക്ക് കിളിപ്പാട്ട് രീതി പരിചയപ്പെടുത്തി. തമിഴ് ഭാഷയിൽ മാത്രം നിലവിലുണ്ടായിരുന്ന കിളിവിടുത്ത് എന്ന രീതിയിൽ നിന്നും വ്യത്യാസമായി മലയാള ഭാഷയ്ക്ക് കിളിപ്പാട്ട് രീതി ആവിഷ്കരിച്ചു. പുതുതലമുറയ്ക്ക് വിജ്ഞാനം പകരുവാൻ ശോകനാശിനി പുഴയുടെ തീരത്ത് ചിറ്റൂർ മഠം സ്ഥാപിച്ചു കഴിയുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ.
ഇനി നമുക്ക് പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാം. ടീം എ, ഗുരുകുലം പബ്ലിക് സ്കൂൾ, തൃശൂർ. ടീം ബി, അമൃത വിദ്യാലയം, കരുനാഗപ്പള്ളി. ഇനി നമുക്ക് മത്സരാർത്ഥികളെ പരിചയപ്പെടാം. ടീം എ, ഗുരുകുലം പബ്ലിക് സ്കൂൾ, തൃശൂർ. പറയൂ, എന്താണ് പേര്? എൻ്റെ പേര് മീനാക്ഷി, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. എൻ്റെ പേര് ശ്രേയസ്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ മത്സരാർത്ഥികളെ പരിചയപ്പെടാം. അമൃത വിദ്യാലയം, കരുനാഗപ്പള്ളി. എൻ്റെ പേര് നിമ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അനാമിക, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആദ്യ ക്വസ്റ്റ്യൻ ടീം എയോടാണ്. കേട്ടോളൂ. നാണമെന്നിയെ മുത നാവിന്മേൽ നടനം ചെയ്യുക. ഇതൊരു സ്തുതിയാണ്. ആരെയാണ് ഈ വരികളിലൂടെ സ്തുതിക്കുന്നത്? ഓപ്ഷൻ എ, സരസ്വതിയെ, ബി, ശിവനെ, സി, ചന്ദ്രനെ, ഡി, വനത്തിനെ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. 30 സെക്കൻഡ്സേ ഉള്ളൂ കേട്ടോ. പറഞ്ഞോളൂ വേഗം. സരസ്വതി. സരസ്വതിയെ ഞാൻ ലോക്ക് ചെയ്യട്ടെ? ഉറപ്പാണല്ലോ അല്ലേ? അപ്പം ടീം എ പറഞ്ഞ ഉത്തരം എ, സരസ്വതിയെ. ഉറപ്പാണല്ലോ അല്ലേ? സംശയമൊന്നുമില്ല. ഓക്കെ, നമുക്ക് കാത്തിരിക്കാം. വാവ്, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമൃത വിദ്യാലയം, കരുനാഗപ്പള്ളി. ഓക്കെ. ടീം ബി, പൂർവജന്മത്തിൽ കൗസല്യ ആരായിരുന്നു? എ, ദിതി, ബി, അതിഥി, സി, കദ്രു, ഡി, സരമ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഓപ്ഷൻ ബി, അതിഥി. ഉറപ്പാണ്? ടീം ബി പറഞ്ഞിരിക്കുന്ന ഉത്തരം ബി, അതിഥി. ശരി ഉത്തരമാണ്. അമൃത വിദ്യാലയം രണ്ടാമത്തെ ഉത്തരം ശരിയായി പറഞ്ഞിരിക്കുന്നു. അപ്പം അവർക്ക് കിട്ടിയിരിക്കുന്നത് 2 മാർക്കാണ്. അപ്പം നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടീം എ, ഗുരുകുലം പബ്ലിക് സ്കൂൾ. ഓക്കെ. ചോദ്യം ഇതാണ്. വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് പുറപ്പെട്ട രാമലക്ഷ്മണന്മാർ ആദ്യ ദിവസം തങ്ങിയത് ഇവിടെയാണ്. എ, കാമാശ്രമം, ബി, കണ്വാശ്രമം, സി, രാമാശ്രമം, ഡി, കശ്യപന്റെ ആശ്രമം. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ആലോചിച്ച് പറഞ്ഞാൽ മതി. 30 സെക്കൻഡ് ആണ്. ഉത്തരം പറയാൻ റെഡി ആണല്ലോ അല്ലേ? പറഞ്ഞോളൂ. ഓപ്ഷൻ എ, കാമാശ്രമം. ഉറപ്പാണ്? ഞാൻ ലോക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ടീം എ പറഞ്ഞിരിക്കുന്ന ഉത്തരം എ, കാമാശ്രമം. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഞാൻ കാണുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും എന്താണ് ആൻസർ എന്ന്. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ് ടീം എ. താങ്ക് യു. ഗുരുകുലം പബ്ലിക് സ്കൂൾ രണ്ടാമത്തെ ഉത്തരവും ശരിയായി പറഞ്ഞിരിക്കുന്നു. ഇപ്പം നിങ്ങൾ നേടിയിരിക്കുന്നത് 2 മാർക്കാണ്. അപ്പൊ മൊത്തം എത്ര മാർക്കായി? 4 മാർക്ക്. ഗുരുകുലം പബ്ലിക് സ്കൂൾ തൃശൂർ നേടിയിരിക്കുന്നത് 4 മാർക്കാണ്. ഇനി നമുക്ക് നീങ്ങാം അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ അമൃത വിദ്യാലയം, കരുനാഗപ്പള്ളി. ടീം ബി, ജനക സഹോദരനായ കുശധ്വജൻ ഭരിക്കുന്ന രാജ്യം. എ, സാംകാശ്യപുരി, ബി, ഗാന്ധാരം, സി, കോസലം, ഡി, വിദർഭ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. 30 സെക്കൻഡ്സേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞോളൂ. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, അതറിയാലോ അല്ലേ? ഉത്തരം അറിയില്ലെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മുത്തശ്ശിയോട്, രാമായണത്തെ കുറിച്ച് അറിയുന്ന മുത്തശ്ശിയോടോ മുത്തശ്ശനോടോ ആരോട് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ പെട്ടെന്ന് തീരുമാനിക്കണം. പറയുന്നുണ്ടോ? ഓപ്ഷൻ ഡി, വിദർഭ. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ. ഞാൻ ലോക്ക് ചെയ്യണേ. അപ്പൊ ലോക്ക് ചെയ്തിരിക്കുന്നു. ഓപ്ഷൻ ഡി, വിദർഭ. അയ്യോടാ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. ഉത്തരം തെറ്റാണ്. അപ്പം ഈ ചോദ്യം നമ്മൾ ടീം എക്ക് കൈമാറുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിന്റെ പകുതി പോയിന്റ് ആണ്, എന്ന് വെച്ചാൽ 1 മാർക്ക്. ഓക്കെ. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ജനക സഹോദരനായ കുശധ്വജൻ ഭരിക്കുന്ന രാജ്യം. എ, സാംകാശ്യപുരി, ബി, ഗാന്ധാരം, സി, കോസലം. ഓപ്ഷൻ എ, സാംകാശ്യപുരി. ഉറപ്പാണ്? ഞാൻ ലോക്ക് ചെയ്യട്ടെ? അപ്പം ടീം എ പറഞ്ഞിരിക്കുന്ന ഉത്തരം എ, സാംകാശ്യപുരി. കൺഗ്രാറ്റുലേഷൻസ്. അവർക്കൊന്ന് നല്ലോണം ക്ലാപ്പ് അടിച്ച് ശക്തിയായിട്ട്. അപ്പൊ ടീം എ നേടിയിരിക്കുന്നത് 5 മാർക്കാണ്.
ടീം ബി 2 മാർക്കാണ്. നെക്സ്റ്റ് നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നിരിക്കുകയാണ്. ടീം എ ഗുരുകുലം പബ്ലിക് സ്കൂൾ, നിങ്ങളോടാണ് ക്വസ്റ്റ്യൻ. ബ്രഹ്മാവിന്റെ ആസ്ഥാനം: എ സത്യലോകം, ബി മഹർലോകം, സി തപോലോകം, ഡി രസാതലം. ടൈം സ്റ്റാർട്ടായി കേട്ടോ. 30 സെക്കൻഡ്സേ ഉള്ളേ. നിങ്ങൾക്ക് മുത്തശ്ശിയോട് ചോദിക്കാം. നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്, അങ്ങോട്ട് പറഞ്ഞോളൂ. പറയൂ. മുത്തശ്ശിയോട് ചോദിക്കും. മുത്തശ്ശിയോട് ചോദിക്കാണോ? ഉറപ്പാണ്? ഓക്കെ, നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം. ഹലോ മുത്തശ്ശി. ഹലോ, ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യദാസ് ആണ് സംസാരിക്കുന്നത്. മുത്തശ്ശിയുടെ പേരെന്താ? രാധ. ഓക്കെ, മുത്തശ്ശിയുടെ കൊച്ചുമകൻ ഇവിടെ ഉണ്ട്, ശ്രേയസ്. ശ്രേയസിനോട് ഞങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ശ്രേയസിന് പറയാൻ പറ്റിയില്ല. അപ്പൊ ആള് ആ ആൻസറിന് വേണ്ടിട്ടാണ് മുത്തശ്ശിയെ വിളിച്ചിരിക്കുന്നത്. എന്താ മുത്തശ്ശിയോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? മുത്തശ്ശി ലൈനിലുണ്ട്, ചോദിച്ചോളൂ. ചോദ്യം ഇതാണ്: ബ്രഹ്മാവിന്റെ ആസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ സത്യലോകം, ബി മഹർലോകം, സി തപോലോകം, ഡി രസാതലം. സത്യലോകം. മുത്തശ്ശി വളരെ പെട്ടെന്ന് പറഞ്ഞല്ലോ, ഒരു സംശയവും ഇല്ല. ഓക്കെ, അപ്പൊ ലോക്ക് ചെയ്യട്ടെ? അപ്പം ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. എ സത്യലോകം. ഉത്തരം ശരിയാണ് മുത്തശ്ശി, ഉത്തരം ശരിയാണ് കേട്ടോ. എന്തായാലും മുത്തശ്ശി കാരണം ഇവർ രക്ഷപ്പെട്ടു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശി. മുത്തശ്ശി കാരണം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 7. മുത്തശ്ശി കാരണം 2 മാർക്ക്. ടോട്ടൽ ആണ് 7 മാർക്ക്. ഓക്കെ, അപ്പം ടീം എ ഗുരുകുലം പബ്ലിക് സ്കൂൾ 7 മാർക്കുകൾ, ടീം ബി 2 മാർക്കുകൾ. ഇനി ഇതിനെ കുറിച്ച് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സർ, ബ്രഹ്മലോകം എന്ന വാക്കിന് ബ്രഹ്മാവ് അത്ഭുതകരമായ ഒരു സയൻസ് അതിനകത്തുണ്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ടൈം ആക്സിസ്, ഈ 4 ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ 4 തല. അത് സത്യലോകമാണ്. സത്യം എന്ന വാക്കിന് ട്രൂത്ത്, ഫാക്ട്, എസൻസ് 3 ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥമാണ്. അപ്പോൾ ട്രൂത്ത്, ഫാക്ട്, എസൻസ് വെച്ചുകൊണ്ടാണ് ഈ ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് വർഷമായിട്ട് ഈ ലോകത്തിൽ സൃഷ്ടി നടക്കുന്നത്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ടീം ബിയോടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയോധ്യ എന്ന് പറയുമെങ്കിലും അത് രാജ്യമല്ല, തലസ്ഥാനമാണ്. എങ്കിൽ അയോധ്യാധിപന്മാർ വാണരുളിയ രാജ്യത്തിന്റെ പേരെന്ത്? എ ഗാന്ധാരം, ബി സൈന്ധവം, സി കോസലം, ഡി ഹേഹയം. ടൈമർ സ്റ്റാർട്ട്. പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ഓപ്ഷൻ സി കോസലം. ഓപ്ഷൻ സി കോസലം. ഉറപ്പാണല്ലോ? ഇതിൽ ഒരു ഡൗട്ടും നിങ്ങൾക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ ലോക്ക് ചെയ്യട്ടെ? അപ്പൊ നമ്മൾ ലോക്ക് ചെയ്യുന്നു ഓപ്ഷൻ സി കോസലം. വെരി ഗുഡ്. ശ്രേഷ്ഠ ഭാരതം. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലനയോധ്യാധിപതി ധർമാത്മാ വീരൻ അമിത കുലവരതുല്യനാം സത്യപരാക്രമൻ അംഗജസമൻ കരുണാരത്നാകരൻ. ആര്യപുത്രൻ എന്താ ശീലായ്മയാണോ? ആകെ ക്ഷീണിതനാണല്ലോ. ആര്യപുത്രന്റെ ശീലായ്മ ശരീരത്തിനല്ല, മനസ്സിനാണ് കൈകി. എന്താ ഇപ്പോ പെട്ടെന്നിങ്ങനെ? പെട്ടെന്നൊന്നുമല്ലല്ലോ സുമിത്രേ, എത്രയോ കാലം കൊണ്ടുള്ള മനക്ലേശമാണ്. ദേവേന്ദ്രൻ പോലും അർത്ഥാസനം നൽകി ആദരിക്കുന്ന ആര്യപുത്രന്റെ മനക്ലേശം മാറ്റാൻ ദേവന്മാർ തന്നെ വരികയില്ലേ കൗസല്യാദേവി? ദേവന്മാർക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത ദുഃഖങ്ങളുണ്ട് ദേവി കൈകേയി. അനപത്യ ദുഃഖം, അതിന് ഒരു ദേവനും പരിഹാരം ചെയ്യാനാവില്ല. സൂര്യവംശ രാജാക്കന്മാർ പുത്രജനനത്തിനായി കഠിന വ്രതങ്ങൾ അനുഷ്ഠിച്ച ചരിത്രമുണ്ട്.
നാമും കഠിനവ്രതങ്ങൾക്കൊരുങ്ങുകയാണ് ദേവി. ആര്യപുത്ര, ഉത്തമ പുത്രജനനത്തിനായി അങ്ങ് ഏത് കഠിനവ്രതം നോറ്റാലും അങ്ങയുടെ ധർമ്മപത്നിമാരായ ഞങ്ങൾ മൂവരും ഒപ്പം തന്നെ ഉണ്ടാവും. അതെ മഹാരാജൻ, ഞങ്ങൾ അങ്ങയുടെ ഏത് വ്രതാനുഷ്ഠാനത്തിനും സന്നദ്ധരാണ്. വ്രതാനുഷ്ഠാനങ്ങൾക്ക് മുതിരും മുൻപേ രാജഗുരു വസിഷ്ഠ മഹർഷിയോട് ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കില്ലേ? അതെ, വസിഷ്ഠ മഹർഷിയെ കാണുക തന്നെ, അദ്ദേഹത്തിന്റെ ഉപദേശം തേടുക തന്നെ. പ്രണാമം ഗുരുദേവ. പ്രണാമം ഗുരുദേവ. പ്രണാമം മഹാരാജൻ. അയോധ്യാധിപതി പത്നിമാരെയും കൂട്ടി നമ്മുടെ ആശ്രമത്തിലെത്തുമ്പോൾ വിഷയം രാജകാര്യമല്ലെന്ന് നമുക്ക് ഊഹിക്കാനാകുന്നു. അതേ മഹർഷി, രാജകാര്യമോ ദേവകാര്യമോ അല്ല, കുടുംബകാര്യമാണ്. പറഞ്ഞാലും മഹാരാജൻ, നമുക്ക് സാധിക്കുന്ന വിധത്തിൽ പരിഹാരം നിർദ്ദേശിക്കാം. കൗസല്യാദേവിയെ വരിച്ചത് മുതൽ നമ്മെ അലട്ടുന്ന ദുഃഖമാണ് മഹർഷി. അത് പരിഹരിക്കാൻ സുമിത്രയ്ക്കും കൈകേയിക്കും സാധിച്ചിട്ടില്ല. പുത്രദുഃഖം അല്ലേ? അതേ മഹർഷി, പുത്രന്മാരില്ലാത്ത ഒരുവന് രാജ്യവും സമ്പത്തും എന്തിന്, ഭാര്യാസുഖം പോലും ദുഃഖകരമാണ് മഹർഷി. അതെ മഹാരാജൻ, ആ പറയുന്നതിൽ സത്യമുണ്ട്. പക്ഷേ അങ്ങ് ദുഃഖിക്കേണ്ടതില്ല. വൈകിട്ടാണെങ്കിലും അങ്ങയ്ക്ക് പുത്രന്മാരുണ്ടാകും. ഒന്നല്ല, 4 പേർ. 4 സത്പുത്രന്മാരെ കൊണ്ട് ദശരഥ മഹാരാജാവും ഈ അയോധ്യാപുരിയും സമ്പന്നമാകുന്ന നാൾ അതിവിദൂരത്തല്ല. ആ സത്ഫലത്തിന് അങ്ങ് ഒന്ന് ചെയ്യണം. പറയൂ മഹർഷി, എന്തു ചെയ്യണം? എന്തു ചെയ്യാനും നാം ഒരുക്കമാണ്. പറയൂ, എന്തു ചെയ്യണം? യാഗം ചെയ്യണം, പുത്രകാമേഷ്ടി. അതിന് വിഭാണ്ഡകന്റെ പുത്രനായ ഋഷ്യശൃംഖനെ വരുത്തണം. ഋഷ്യശൃംഖനെയോ? അതെ, ഋഷ്യശൃംഖനെ. അങ്ങനെ ഒരു യാഗം കഴിയുന്നതോടെ അങ്ങയ്ക്ക് പുത്രന്മാരുണ്ടാകും. ഈ വ്യസനമെല്ലാം അകലും. ഓം അമൃതേശ്വരി നമഃ. യദ്യപ്യേതേന പശ്യന്തി ലോപോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ശ്രീമദ് ഭഗവത്ഗീതയിലെ പ്രഥമാധ്യായം അർജുന വിഷാദ യോഗത്തിലെ 38ഉം 39ഉം ശ്ലോകങ്ങളാണ് ഇവ. ഹേ ജനാർദ്ദന, ലോഭം കൊണ്ട് ബുദ്ധിഭ്രമം സംഭവിച്ചവർ, അതായത് ദുര്യോധനാദികൾ, കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ മനസ്സിലാക്കില്ല. മിത്രങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള പാപം അറിയില്ല. കുലക്ഷയകൃതമെന്ന ദോഷം വ്യക്തമായി അറിയണം. നമ്മൾ ഈ പാപത്തിൽ നിന്നും പിന്മാറേണ്ടതല്ലേ എന്നാണ് അർജുനന്റെ സംശയം. ദുര്യോധനൻ ദുഷ്ടനാണ്, അധർമ്മേ ചെയ്തിട്ടുള്ളൂ, ലോപമതിയാണ്, അസുര സമ്പത്തിന്റെ ഉടമയുമാണ്. സ്വന്തം പ്രവൃത്തിയുള്ള ദോഷം മനസ്സിലാക്കാനും കഴിയില്ല. ദുര്യോധനൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ധർമ്മം എന്താണെന്നറിയാം, പക്ഷെ ഞാൻ പ്രവർത്തിക്കില്ല. എനിക്ക് അധർമ്മം എന്താണെന്നും അറിയാം, പക്ഷേ എനിക്കത് പ്രവർത്തിക്കാതിരിക്കാനും കഴിയില്ല. കുലക്ഷയകൃതമെന്ന ദോഷം അർജുനന് വ്യക്തമായി മനസ്സിലാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അർജുനന്റെ ധർമ്മബുദ്ധി സ്വന്തം കുലത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ധർമ്മനിഷ്ഠയിൽ സ്വന്തവുമില്ല ബന്ധവുമില്ല എന്ന വലിയ സത്യങ്ങൾ അഹങ്കാരത്തിലുള്ളവരാക്കി മാറ്റുകയാണ് അർജുനനെ ഭഗവാൻ. അധർമ്മമാണെന്ന് അറിഞ്ഞിട്ടും നമ്മളത് അനുഷ്ഠിച്ച കുലത്തിന് ക്ഷേമാവില്ലേ? മാതാപിതാക്കൾ അധർമ്മം ചെയ്ത മക്കൾ ദുഷിക്കില്ലേ? പിന്നീട് അങ്ങനെ തലമുറകൾ മുഴുവൻ പാഴായി പോകില്ലേ? ഈ പ്രതിലോമ വികാരങ്ങൾ അർജുനന് അശാന്തി പകർന്നപ്പോൾ
ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ ധാർമ്മിക പന്ഥാവിലേക്ക് നയിച്ചു. അമൂല്യമ ധ്യാന സമയത്ത് പറയാറുണ്ട്, മനുഷ്യ മനസ്സും പ്രകൃതിയും കലുഷിതമായി കൊണ്ടുവരികയാണ്. വിവേചിച്ച് നീങ്ങിയാൽ മാത്രമേ ധർമ്മം നിലനിർത്താനാവൂ. വർത്തമാനകാലം ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള സമ്മാനമാണ്. അതിനെ വേണ്ടതുപോലെ വിനിയോഗിക്കുക. ഇന്നലെ ഒരിക്കലും ഇന്നാകില്ല. ഒരു നിമിഷം പോലും പാഴാക്കാതെ ജീവിക്കുക. കർമ്മങ്ങൾ അമൂല്യവും പറയാറുണ്ട്, 1 കോടി രൂപ നഷ്ടമായാലും നമുക്കൊരു പക്ഷേ അത് തിരിച്ചെടുക്കാം. പക്ഷേ ഒരു നിമിഷം പോലും പാഴാക്കാതെ ജീവിക്കാനും കർമ്മങ്ങൾ ഈശ്വര പൂജയായി ചെയ്യാനുമാണ് അമൂല്യവും ഞങ്ങളെ ആശ്രമത്തിൽ പഠിപ്പിക്കുന്നത്. അഗ്രികൾച്ചർ പഠിച്ചവന് കൃഷി ചെയ്യാൻ പ്രയാസം വരില്ല. അതുപോലെ വഴിയറിഞ്ഞ് യാത്ര ചെയ്താൽ ലക്ഷ്യം പ്രാപിക്കൽ സുഗമമാവും. അവിടെയാണ് ഗുരുസാന്നിധ്യം ആവശ്യം വേണ്ടത്. കർമ്മങ്ങൾ ഈശ്വര പൂജയായി ചെയ്യാൻ നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് വിവേകബുദ്ധിയോടെ നീങ്ങാനും ഭഗവത്ഗീത നമുക്കൊരു വഴികാട്ടിയാണ്. മാത്രമല്ല സുഹൃത്തും. സനാതന ധർമ്മതത്വങ്ങൾ മഹർഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുള്ള അമൂല്യ സമ്പത്താണ്. മൂല്യങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ തലമുറകൾക്ക് പകർന്നു നൽകേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ലോകരാഷ്ട്രങ്ങളിൽ ഭാരതത്തിൻ്റെ യശസ് മങ്ങാതെ മായാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സാംസ്കാരിക പൈതൃകം ഒന്നുകൊണ്ട് മാത്രമാണ്. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നമുക്കും ആവുന്നത് ശ്രമിക്കാം. ഓം അമൃതേശ്വരീ നമഃ.